ഹലോ ഹലോ മൈ ഡിയർ കുയ് എന്തു കുറിയൊക്കെ തൊട്ട് എന്തൊടിച്ചുവാ ആരെ നോക്കിയിരിക്കുവാ ഞങ്ങളുടെ കാരണവരാണോ ഞങ്ങളുടെ കാരണവരാണോ കുഞ്ഞോ കുഞ്ഞോ ഓ ഓ ഓ ആ ആ ആ ആ കൊള്ളാം കൊള്ളാം കൊള്ളാവേ കൊള്ളാവേ എന്തു ഓ ഓ ഓ അമ്മ വിളിച്ചോ അമ്മ വിളിച്ചോ അയ്യോ ആണോ ആണോ ആഹാ അമ്മ വിളിച്ചേ അമ്മ അമ്മ വിളിച്ചേ അതാരാ അതാരാ പൊന്നോ ആ വർത്താനം പറഞ്ഞേ വർത്താനം പറഞ്ഞേ എൻ്റെ കുഞ്ഞോൻ്റെ വർത്താനം കൂടെ ഉള്ളു ഇനി തികയാൻ ബാക്കിയെല്ലാം അറിഞ്ഞിരിക്കുക ബാക്കിയെല്ലാം നിറഞ്ഞിരിക്കും മക്കളെ ആ ഇനി കുഞ്ഞോനും കൂടി ഇനി ഒന്ന് സംസാരിച്ചാൽ ആ ഊരുന്നേ ഇല്ല ജാനിമോളി ഉടുപ്പ് കഴുകുക ഉണക്കുക ഇടുക ചക്കരു ഇത് മോനുവിന്റെ ഡ്രസ്സില്ലേ മോനുവിന് എത്ര ഉണ്ടായിരുന്നു അത് മോനുവിന്റെ അല്ല പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
വന്ന് കയറി. നമ്മളിന്ന് താമസിച്ചെന്ന് വെച്ചാൽ ഇന്ന് പറ വരുമായിരുന്നേ ജാനിക്കുട്ടിയോടെ. അപ്പൊ പറ വരുന്നത് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ച അവിടെ നിന്ന് ഇച്ചിരി താമസിച്ചു പോയി. അതിലൂടെ കരണ്ടും പോയി. അപ്പം എന്തായാലും അവിടെ നിന്ന് അത് കണ്ടിട്ടാ പോരുന്നത് കേട്ടോ. അപ്പൊ മാമി ഇച്ചിരി സാമ്പാർ തന്നു വിട്ടതാ ഇതേ. പിന്നെ മോനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി താമസിച്ചാ പോയി വിളിക്കാൻ. ഞാൻ മുത്തും എന്റെ കൂടെ ഉണ്ടായിരുന്നേ. അവൻ സ്കൂളിൽ വിട്ടിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു. എന്നിട്ട് എന്റെ കൂടെയാണ് തിരിച്ചു വന്നത്. അപ്പം വന്നിട്ട് ഇച്ചിരി മീൻ ഇരിപ്പുണ്ട്. അത് കറി വെക്കണമെന്ന് ഓർത്തതാണ്. അത് നടന്നില്ല. ഇന്നിനിപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഇന്ന് സാധനം മേടിച്ചതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തീർന്നിരിക്കുവായിരുന്നു. വെളിച്ചെണ്ണ വാങ്ങിച്ചു. അവല് വാങ്ങിച്ചു. ചുമന്ന അവല് കേട്ടോ. പിന്നെ പാല്. അത്രയാണ് മേടിച്ചത്. പിന്നെ ഇത് അമ്മ തന്നു വിട്ടതാ. എന്തൊക്കെയാണ് ഞാൻ പറയാം കേട്ടോ. അയ്യോ ഇത് അവിടുത്തെ മാവേലുണ്ടായ മാങ്ങ അടത്തി അച്ചാറിട്ട്. അത് അച്ചാറിട്ട് കേട്ടോ. വിളയാൻ നിർത്തിയില്ല, പറിച്ച അച്ചാറിട്ട്. പിന്നെ എന്തുവാന്ന് ചോദിച്ചാൽ പിന്നെ ഇതെന്തുവാ നോക്കട്ടെ. ഏതാണ്ട് അച്ചാർ. അമ്മ അച്ചാർ ഭ്രാന്തിയാ കേട്ടോ. ഇതും മാങ്ങയാ കേട്ടോ. എന്തുവാന്ന് അറിയത്തില്ല. ഞാനങ്ങ് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതല്ല. അത് അമ്മമ്മയെ വിളിച്ചതല്ല കേട്ടോ. ഇത് പിന്നെ ഏതാണ്ടൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയ പാത്രമാ കേട്ടോ. ഞാൻ ഇന്ന് ഇതുണ്ടാക്കി. രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി. നമ്മുടെ റാഗിയുടെ വെർമിസെല്ലി വെച്ച് അത് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇച്ചിരി കൊടുത്തു വിട്ടു. എന്റെ പാത്രമായി. സേവനാഴി കേടായി പോയായിരുന്നു. എന്തോ പറ്റിയെന്നറിയാം. ഇവിടുത്തെ പിരി അങ്ങ് വെട്ടിയിട്ട് ഇത് അടയത്തില്ലായിരുന്നു. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഓർക്കുവാ മേടിക്കാം. ഇതാണ് സേവനാഴി. ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനത്തിനാണ് സേവനാഴി എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ചാർത്തിയ മാലയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ കേട്ടോ. പറയിടാൻ വന്നപ്പോഴേ ആ മാല വീണ പോവാ ഇത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. അമ്മ അരി അരച്ചു തന്നു. നാളെ അപ്പവും കറിയുമാണ് കേട്ടോ. ഞാൻ അരി അരയ്ക്കുന്ന പോലെ അല്ല അമ്മ അരയ്ക്കുന്നത്. അപ്പൊ നോക്കട്ടെ. കുഞ്ഞനപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇനി ഇടണേന്നൊക്കെ പറഞ്ഞു. നേരത്തെ എടുത്ത ഒരു വീഡിയോ ഇരിപ്പുണ്ട്, അത് ഇടാട്ടോ. ഇനി ഞാൻ എന്റെ കുളിയും ജപവും ഒക്കെ കഴിച്ചിട്ട് വരക്കാം. ഇന്ന് മീൻകറി വെക്കുന്നില്ല കേട്ടോ. ഇച്ചിരി മീൻ ഞാൻ അന്ന് വറക്കാൻ പരട്ടി വെച്ചില്ലേ, ബാക്കി അവിടെ വെച്ചിരുന്നിട്ട് അമ്മ വാട്ടുകപ്പ വെള്ളത്തിൽ ഇട്ടുമില്ല. അമ്മ മറന്നും പോയി. മീൻ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും നാളെ ഞാനത് കറി വെക്കാം എന്ന് വിചാരിച്ചു. ഇന്നിപ്പൊ എനിക്ക് സാമ്പാറുണ്ട്, കടുമാങ്ങയുണ്ട്. അതുകൊണ്ട് ഞാൻ മീൻ എടുക്കുന്നില്ല കേട്ടോ. അത് മാത്രമല്ല സമയം കുറെ ആയി. ഇനിയിപ്പൊ അത് ഫ്രിഡ്ജിനകത്തൊന്ന് എടുത്ത് അതിന്റെ തണുപ്പൊക്കെ മാറി അത് കുറെ താമസം. അതുകൊണ്ട് നാളെ എടുക്കാം. ഇന്ന് നമുക്ക് ഇതൊക്കെ മതി ഇല്ലേ. അപ്പൊ ഞാനേ ഇപ്പൊ വരാം. പിന്നെ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ മാമിനെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ കേട്ടോ. ശരിയാ, സത്യമാട്ടോ. മാമിനെ പരിചയപ്പെടുത്തിയില്ല. മാമിനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോസിലൊന്നും കാണാത്ത ഒരു മാമിയുണ്ട് എന്നൊക്കെ. മോനിക്കുട്ടനെ ഇവിടെ അവിടുത്തെ മാമി കുറെ നാള് മോനിക്കുട്ടനെ മുത്തിനെയൊക്കെ നോക്കിയത്. അവിടുന്ന് ഞങ്ങൾ അങ്ങ് വാടക വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോ ഇവിടെ ജാനിക്കുട്ടി അന്ന് കുഞ്ഞാട്ടോ. ഇവിടുന്ന് മാമിക്ക് അങ്ങോട്ട് വന്നൊന്നും ചെയ്തു തരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങളെ മോനിക്കുട്ടനെ നോക്കാനും എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. എനിക്കും വയ്യ, ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കീമോയും മരുന്നും അതും ഇതൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിലോട്ട് മാമി അവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് ബസ് കയറി 8 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്നത് കടമനട്ടയ്ക്ക് വരെ. 8-9 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അന്ന് കൊച്ചോളും ജിപ്പിയൊക്കെ കൊച്ചു പിള്ളേരാണ്, സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാട്ടോ. അവരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് മാമി രാവിലെ ബസ് കയറി വരും. ഇവിടെ വന്ന് നമുക്ക് വേണ്ടുന്ന ആഹാരം എല്ലാം വെച്ച് തരും. മോൻകുട്ടനെ കുറുക്കും ഒക്കെ കൊടുത്ത് കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കി അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി അവന്റെ പുറകെ നടന്ന് വൈകുന്നേരം ആകുമ്പോൾ മാമി തിരിച്ചു പോകും. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ നാള് ഒരു വർഷത്തോളം 1.5 വർഷത്തോളം മാമി അങ്ങനെ വന്നും പോയും നിന്നതാണ് കേട്ടോ. അപ്പം ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. എന്നെ സഹായിക്കുന്നതിന്റെ പേരിലും എനിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നതിന്റെ പേരിലും ഒക്കെ ഒരുപാട് മാറ്റി നിർത്തലുകളും കുറ്റപ്പെടുത്തലും ഒക്കെ കേട്ട കക്ഷിയാണത് കേട്ടോ. എന്നിട്ട് ഓടി വരുമായിരുന്നു. എന്തൊക്കെ ഇങ്ങനെയൊക്കെ മാമിയെ എന്റെ അടുക്ക വരുന്നതിന് മാമി ഓരോന്നൊക്കെ പറയുന്നതിന് മാമന് അവസാനം പറഞ്ഞു നീ പോകണ്ടെന്നുള്ള രീതിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ടും മാമി വന്നു. അന്നും ഇന്നും എനിക്ക് എന്റെ ചങ്കും കരളുമാണ് കേട്ടോ. എന്റെ ഈ മാമിമാർ രണ്ടുപേരും കേട്ടോ.
ഇവിടെ മോനുകുട്ടനും ജാനിക്കുട്ടിയും കൂടെ 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളേ. അപ്പം ഇവിടുന്ന് ഞങ്ങൾ കുറെ നാൾ ഇവിടെ വന്ന് താമസിച്ചു മാമിയുടെ കൂടെ കേട്ടോ. ഇപ്പോഴാണ് അവരിപ്പൊ ഈ വീട് നമ്മൾ ഈ കാണിക്കുന്ന വീടില്ലേ അത് അവിടെ വെച്ച് താമസമായിട്ട് കുറച്ചു നാളെ ആയുള്ളേ. അതിന് മുമ്പ് വേറൊരു വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ ഞാനും മക്കളും എല്ലാം ഞങ്ങൾ അങ്ങ് ആശുപത്രി ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ അങ്ങ് അവിടെ താമസിക്കുമായിരുന്നു. അവിടെ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ നീങ്ങി പോരുന്നു എന്ന് വെച്ചാൽ അവിടെ ആര് നോക്കാനാണെന്നുള്ള ഇതില് മാമിയുടെ മാമന്റെയും കൂടെ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതും കീമോ ഒക്കെ പകുതി സമയവും ഇവിടെ തന്നെ ആയിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോയി. അവിടെ വന്നപ്പോ കുഞ്ഞിനെ ജാനിക്കുട്ടി കൊച്ചു കുഞ്ഞല്ലേ, അവളെ ഇട്ട് വെച്ച് മാമിക്ക് വരാൻ പറ്റും. അങ്ങനെ മറ്റേ മാമി വന്നു. ഇവർ രണ്ടുപേരും ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് എന്റെ എന്താ പറയുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. അത്രയും എന്നെ താങ്ങി നടത്തിയവരാണ് കേട്ടോ. അപ്പം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ സഹായിച്ചവരാണ്. പലപ്പോഴും അമ്മയ്ക്ക് അങ്ങനെ വരാനോ പോകാനോ ഒന്നും പറ്റത്തില്ല. അമ്മയ്ക്ക് വയ്യാരികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാനും കയറി വരാനും ഒക്കെ പ്രയാസമാണ്. അവിടെ മാമിയുടെ അടുത്ത് ഇപ്പൊ കൊച്ചോളുടെ വീട്ടിൽ പോകാനാണേലും അങ്ങനെ കേട്ടോ, ഭയങ്കര ഒരു കയറ്റം കയറി വേണം പോകാൻ. പക്ഷെ എനിക്ക് അവരെയൊക്കെ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അത്രയും അവരെന്നെ ചേർത്ത് പിടിച്ചവരാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയാൻ വിട്ടുപോയതാ കേട്ടോ. ഞാൻ മാമിയെ അങ്ങനെ വീഡിയോസിലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കൊച്ചോളുടെ അമ്മ. അപ്പൊ ഇന്നലെ ഞാൻ പോയപ്പം അത് പറയാൻ മറന്നു പോയതാണ്. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് മോനുകുട്ടന്റെ സ്കൂളിലെ നമ്മള് മികവ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പോയെന്ന് പറഞ്ഞില്ല, അന്നത്തെ മോനുകുട്ടന്റെ പ്രോഗ്രാം ഉണ്ട്, കുഞ്ഞുങ്ങളുടെ പരിപാടികളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണിക്കാട്ടെ. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യാവേ. പല കാര്യങ്ങളും പറയാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ, ക്ഷമിക്ക്. പിന്നെ വേറെന്താ വിശേഷം? ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാനപ്പം ഇതെല്ലാം ഒന്ന് എടുത്ത് അടുക്കി പെറുക്കി വെച്ചേച്ച് കുളിച്ചേച്ച് വരാം. നമുക്ക് മാമി സാമ്പാർ തന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോ നമ്മളൊന്ന് കുറച്ച് വറ്റല് മേടിച്ച് മറന്നു പോയി, അത് ഇരിക്കുമായിരുന്നു കേട്ടോ. ഈ സാധനം കുറച്ചെടുത്തായിരുന്നു, ബാക്കി ഇവിടെ ഇരിക്കുവാട്ടെ. ഇത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഉള്ളതാണ്. അതിനകത്ത് ഇങ്ങനത്തെ ഇല്ലേ അത് വറക്കാൻ പോവാട്ടോ. സാമ്പാറുള്ളത് കൊണ്ട് പപ്പടമില്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോനുകുട്ടന്റെ സ്കൂളിലെ പ്രോഗ്രാമിന്റെ വിശേഷങ്ങളൊക്കെ പറയും. മോനുകുട്ടന്റെ ഒരു ഡാൻസേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ അവനിവിടെ അവന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ശരിക്കും പറയുന്നതിനേക്കാളും ടീച്ചർമാർക്കാണ് അറിയാവുന്നത്. അവരാണ് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. അന്ന് പ്രോഗ്രാമിന് ചെന്നിരുന്നപ്പോ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഈ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതിന്റെ പിന്നിലെ ടീച്ചർമാരെന്തോരം കഷ്ടപ്പെട്ട് കാണുമെന്ന് ഓർത്തോളം കേട്ടോ. നമുക്കത് വീട്ടിലെ ഒരു കുഞ്ഞിനെ തന്നെ എന്തെങ്കിലും ഒരു പദ്യം പഠിപ്പിക്കണമെങ്കിലും എത്ര നേരം നമ്മൾ കഷ്ടപ്പെടണം. ഇതിപ്പോ അത്രയും കുട്ടികളെ അവരെല്ലാ കാര്യവും ചാർട്ട് ചെയ്ത് പഠിപ്പിച്ചെടുത്ത് അല്ലെ, അവരുടെ കഷ്ടപ്പാടിനെ മാനിച്ചിരിക്കുന്നു. അതോ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ടോടും, അങ്ങോട്ട് വിളിക്കുമ്പോ ഇങ്ങോട്ടോടും. എന്തായാലും നല്ല പരിപാടിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഒക്കെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വറുത്തു. മറൈൻ വേൾഡിൽ പോയപ്പോ മേടിച്ചത് കണ്ടോ. അയ്യോ കണ്ട് ഇത് പാനിപൂരിയാ. ഇതാണ് നമ്മള് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അന്നേരം ആ വീഡിയോ കണ്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നേ, ആച്ചി മസാലയില്ലേ അതിന്റെ പാനിപൂരിയുടെ കിറ്റ് കിട്ടും, നല്ല ടേസ്റ്റാ. അതിനകത്ത് നമ്മുടെ പുളിയുടെയും എല്ലാ ഫ്ലേവർ മറ്റേ അതിന്റെ കൂടെ കഴിക്കുന്ന ഫ്ലേവർ എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഉള്ള കിറ്റാണെന്ന് പറഞ്ഞേ. അപ്പം ഞാനത് ആമസോണിലൊന്ന് നോക്കിയായിരുന്നു, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സാധനം. അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കാം. ഇടയ്ക്കൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കാം. പിന്നെ ഞാൻ ചോറുണ്ണാൻ പോവാണ്. ചോറ് തിളച്ചു, സാമ്പാറും മാമിയുടെ സ്പെഷ്യൽ സാമ്പാർ കേട്ടോ. പിന്നെ അമ്മ തന്ന അച്ചാറ്,
അച്ചാർ സൂപ്പർ. ഒന്ന് പുളിയാട്ടോ, ചീമപ്പുളി ഇല്ലേ, ചീമപ്പുളി അച്ചാറാട്ടോ, എടുക്കട്ടെ. ഇത് പുളിയാ അല്ലേ? അത് മാങ്ങ. കണ്ടു. ഹായ്. മാങ്ങ കൊള്ളാം കേട്ടോ. ചീമപ്പുളി അച്ചാറും കടുമാങ്ങയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇന്നിപ്പോ ഇത് ഇന്നിട്ട അച്ചാറ് ഇന്ന് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതും എടുക്കുവാണ്. മാങ്ങ അച്ചാർ കഴിഞ്ഞിട്ട് കൊടുക്കാനല്ലേ കേട്ടോ. നടുക്കിടല്ലേ കടുമാങ്ങ. ഇച്ചിരി കൂടെ എടുക്കട്ടെ മാങ്ങ. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടം. പിന്നെ അവിയൽ പിന്നെ ഇന്ന് നമ്മള് ഇപ്പൊ വറുത്ത പിടിപിടിയെല്ലാം കൂടെ കുറച്ച്. ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ. മീനും ഇല്ല, മുട്ടയില്ല, ഒന്നുമില്ല. ഇതുപോലെ പാലിപ്പൂരി നല്ല മോനുകുട്ടൻ ദാണ്ട് ഇതിന് കാവലിരിക്കുക കണ്ടോ. പാലിപ്പൂരി വലിയ ഇട്ടോ മോനുകുട്ടൻ കേട്ടോ. അതാണ്. ആ ചോറും അത്താഴം വിളമ്പി. ഇന്നലെ മാമി തന്നുവിട്ട തീയലിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഞാൻ പാത്രത്തിൻ്റെ സൈഡിൽ വിളമ്പിയിട്ടുണ്ട്. കളയാൻ മനസ്സനുവദിച്ചില്ല. എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട എല്ലാവരെയും ഓർത്ത് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ആരെയും മാറ്റി നിർത്തിയിട്ടല്ല കേട്ടോ, എല്ലാവരെയും ഓർത്തിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് പരിധിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും കരുതലിനും ഒന്നും അങ്ങനെ നന്ദി പറഞ്ഞൊന്നും തീർക്കാൻ പറ്റൂല. എല്ലാവരോടും സ്നേഹം, എല്ലാവരിലും ഈശ്വരാനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മോനുകുട്ടൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Kami